ഈ ഒരു ബ്രഷും ഈ ഒരു കോട്ടൺ ബ്രഷ് ഉണ്ടെങ്കിൽ മൾട്ടിവുഡോ പ്ലൈവുഡോ മൈക്കോ ഒന്നും ആവശ്യമില്ല. ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്നാല് സാധാരണക്കാരൻ്റെ ഒരു ഉൽപ്പാദനം അതിൻ്റെ ടിസ്റ്റ്. ഈ ബ്രഷും ഈ കോട്ടൺ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പെയിന്റിങ് ചെയ്യണം അവരൊക്കെ ചെയ്യിപ്പിക്കാം. തേപ്പില് ഓൾറെഡി ഇട്ടാണ്. തേപ്പില് നമ്മൾ തേപ്പിക്കുമ്പോൾ ജനാലിൻ്റെ ബോർഡർ പാനൽ ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതേപോലെ തേപ്പിൽ ചെയ്യിപ്പിച്ചാണ്. അതിൻ്റെ മേലെ ഒറ്റക്കോട്ട് പുട്ടി വലിച്ചാണ്. ഒറ്റക്കോട്ട് പുട്ടി തന്നെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ 2 കോട് തേക്കിൻ്റെ ബേസ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പെയിന്റിങ്ങാരെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം. ആദ്യം നമ്മൾ വേസ്റ്റിൽ കുറച്ച് ടർപ്പൻ്റ് കുത്തിയിട്ട് ഇതാ ഇങ്ങനെ ഇതാക്കുക. ആദ്യം നമ്മളിങ്ങനെ ലൈനിട്ട് ഇങ്ങനെ പോയിട്ട് ഇതാ ഉണ്ടല്ലേ നമ്മളെ അറിവട്ടെ നമ്മൾ ചെയ്യണം. നമ്മളതായിട്ടുള്ള കുത്തിയവരാണ്. നമ്മളെക്കാട്ടും വരയ്ക്കുന്ന എത്രയോ നല്ല വുഡ് ഗ്രെയിൻസ് മാസ്കിൻ്റെ പൊട്ടിച്ചറിയാലോ. മാസ്കിൻ്റെ പൊട്ടിച്ചത് അത് അല്ലാതെ ചെയ്യുന്ന അറിയാത്തവർക്ക് വുഡ് ഗ്രെയിൻസ് വരയ്ക്കാൻ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള എപ്പോഴും ഇവിടെ മാസ്ക് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു മുറിച്ചൊരു കോൺകുത്തുമായുള്ളൊരു പീസിൻ്റെ അനുഭവം ഉണ്ടാവും. ഇതാ ഇങ്ങനെ സി ടൈപ്പിൽ ഇങ്ങനെ ഇട്ട് കാണുക. അതാ ഇത് കുറച്ച് ബ്ലാക്ക് ആടിയതാണ്. നമുക്ക് ലാസ്റ്റ് കാണുന്ന ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരാം. ഇത് നമ്മളെ ഐഡിയ കേട്ടോ. എല്ലാവർക്കും പല ഐഡിയ, പല ആൾക്കാരും പല ഐഡിയ വരയ്ക്കുക. ഈ ബ്രഷ് കൊണ്ട് 2 തിരിച്ച ബ്രഷ് കൊണ്ട് അപ്പോൾ ബ്രഷ് താഴൊക്കെ പോകാൻ നമുക്ക് കുഴപ്പമില്ല. ഇങ്ങോട്ട് ഇടുക. എന്നിട്ട് ബ്രാഡ് തിരിച്ച ഉണ്ടല്ലേ. ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു പരിപാടി ഗ്രെയിൻസ്. നമ്മളെപ്പോഴും വേണ്ടത് നമ്മൾ വലിയ അറിവുള്ള ആളല്ല, നമ്മൾ വലിയ വരക്കാരനല്ല. നമ്മളെല്ലാ വീഡിയോസും എന്നാലും നെഗറ്റീവ് ഉണ്ടാവും. നെഗറ്റീവ് എടുക്കുന്നതൊക്കെ ചെയ്യാൻ മാത്രം എന്ത് ഇതുപോലെ വരക്കാരനെ അതൊന്നും ഉൾക്കൊള്ളുക. നമ്മളെ കൊണ്ട് കഴിയുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നിട്ട് ഇങ്ങനെ വരച്ച് പോയി നമ്മൾ അത് ഫസ്റ്റ് നിങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് കിട്ടില്ല. ഇത് നമ്മൾ വരച്ച് ഇങ്ങനെ എക്സ്പീരിയൻസ് ആണ്. എന്നിട്ട് നമ്മൾ ഇതേമാതിരി ബ്രഷ് കൊണ്ട് 2 ഇഞ്ച് 3 ഇഞ്ച് ബ്രഷ് കൊണ്ട് സാധാ ബ്രഷ് കൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക. കണ്ടില്ലേ ഇതാ തട്ടുമ്പോൾ അങ്ങനെ ലയിക്കും. കണ്ടില്ലേ അത് നമ്മൾ നല്ല അമർത്തരുത്. നല്ല അമർത്തി കഴിഞ്ഞാൽ എന്താവും അതൊന്നായിട്ട് അറിയും. അല്ലേ അതിങ്ങനെ തലവിട മനസ്സിലായേ. ഇത്ര ഉള്ളൂ. നമ്മൾ കാഴ്ചപ്പാട് എല്ലാവരും വരച്ച് പഠിക്കണം. എല്ലാവരും വരച്ചാണ്. ഇത് ആർക്കും ഒരു കുത്തുകാക്കി ഇരിക്കുന്ന പരിപാടിയല്ല. പോയിന്റ് ബ്രഷ്, ഈ ചെറിയ പോയിന്റ് ബ്രഷ് കൊണ്ടൊരു പരിപാടി ഉണ്ടതാ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തില്ലേ, ഇങ്ങനെ നീട്ടി കൊണ്ടുവരാ. ഇതാ ഇങ്ങനെ നീട്ടി. ഇത് റാഡാ. ഇതൊക്കെ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഗ്രെയിൻസ് ആട്ടാ. റാഡാ. അതാ ഇവിടുന്ന് ഇങ്ങനെ റാഡാ. ഇവിടുന്ന് ഇതാ കണ്ടില്ല. എന്നിട്ട് നമ്മളെ ഈ ചെറിയ ബ്രഷ് ഇതെല്ലാം നമ്മളെ തട്ടുന്ന ബ്രഷ് കൊണ്ട് തന്നെ വല്ലാണ്ട് ഇതാ അപ്പോൾ ആണ് ലയിക്കും. ഇല്ലെങ്കിൽ ഇതാ ലയിക്കിങ്ങനെ നമ്മൾ സൈഡൊക്കെ ഇങ്ങനെ തട്ടി കൊടുത്താൽ അത് ഓരോരുത്തർ ഐഡിയ ഇട്ടാ. അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് വരണം. എക്സ്പീരിയൻസ് വന്ന് ലെവലാവും. ഇനി നമ്മൾ ഇതുകൊണ്ട് തന്നെ ഇതിന് കൊടുത്തത് എങ്ങനെ ഇതിങ്ങനെ ചെയ്യതാ. ഒരു വട്ടപ്പൂജം വരയ്ക്കുക. പിന്നെ ആർക്കും വേണ്ടല്ലോ. ഇത് വട്ടപ്പൂജം വരയ്ക്കുക. അത് ഇതേപോലെ എന്താ അതേപോലെ തട്ടി കൊടുക്കുക. ഇങ്ങോട്ടും ആ തട്ടിൽ എന്താവും അതൊരു ഇതാവും. ഇതൊക്കെ ആർക്കും എന്നിട്ട് ഈ തണ്ടാൻ വിരൽ കൊണ്ടൊരു പരിപാടി ഉണ്ട്. ഈ വിരൽ കൊണ്ടൊരു പരിപാടി, ഒരു ടെസ്റ്റ്, ഒരു മഹാചാരം അല്ലേ കളിച്ചെടുത്താ. എന്നിട്ട് പിന്നെ ഇതാ ഈ ചെറിയ പോയിന്റ് ബ്രഷ് എടുക്കുക. ഈ ചെറിയ പോയിന്റ് ബ്രഷ് എടുത്തിട്ട് കുറച്ച് ബ്ലാക്ക് അടിക്കുക. ബ്ലാക്ക് ഇതാ. എന്നിട്ട് ഈ നമ്മൾ പൊട്ടിലെ അതിലിങ്ങനെ വരച്ചെടുക്കുക. ഇങ്ങനെ വരച്ചെടുത്താൽ എന്താവും, വരച്ചെടുത്ത ശേഷം ഒരു തട്ട് ഇതാ, ഒരു തട്ട് ജസ്റ്റ് തട്ട് ഇതാ. ജസ്റ്റ് തട്ട് ഇങ്ങനെ തട്ടിയാണ്ടാവും. അങ്ങനെ ലയിച്ച് ഇങ്ങനെ അതിലേക്ക് ഇപ്പോൾ നിങ്ങൾ നല്ലൊരു ഫീൽ. ഇതുപോലെ നിങ്ങളും നിങ്ങൾക്കും ചെയ്ത് പഠിക്കാം. ഏതൊരു പെയിന്റർമാർക്കും ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു ട്വിസ്റ്റാണ് വുഡ് ഗ്രെയിൻസ്. വുഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഗതി ഒന്നും പഠിച്ചു തരല്ല. നമ്മൾ പഠിച്ചെടുക്കാം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ പഠിച്ചെടുക്കുക. അതാണ്. ഇനി എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ കുത്തിവര ടെസ്റ്റിംഗ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യുക. എല്ലാവരും സ്നേഹം, നെഗറ്റീവ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, സെറ്റ്.